ഈയിടെ ഒരു സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്തു, അത് വന്നതും പോയതും അറിഞ്ഞില്ല. അതിനെക്കുറിച്ച് പിന്നെ വിവാദങ്ങൾ, അതാണ് ടർക്കിഷ് തർക്കം എന്നുള്ള സിനിമ. അത് വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മതനിന്ദ എന്ന ആരോപിച്ചുകൊണ്ട് പുതിയൊരു വെളിപാടുകൾ ഉണ്ടാക്കിയിരിക്കുന്നു. അതിനെ കുറിച്ചാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ നിന്ന് ചെയ്യുന്നത്. ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിൽ ഈ കലാപരമായ പ്രവർത്തനങ്ങൾക്ക് ജാതി മതമൊന്നും വില കൽപ്പിച്ചിരുന്നില്ല എന്നാലോചിക്കണം. അങ്ങനെയായിരുന്നെങ്കിൽ നമ്മുടെ പ്രേം നസീർ ഇവിടെ കത്തി ജയിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നതിനെ. ഇപ്പോൾ മമ്മൂട്ടി, ദുൽഖർ സൽമാൻ, അങ്ങനെയുള്ള കുഴപ്പമുണ്ട്. അവരൊക്കെ ഈ ജാതി പറയുകയാണെങ്കിൽ ഇവരുടെ സിനിമയൊക്കെ ഒന്ന് ഓടുമായിരുന്നില്ല എന്നാലോചിക്കണം. അങ്ങനെ കലയ്ക്ക് ജാതിയും മതവും ഇല്ലാതെ ഒരേപോലെ ഒരേ മനസ്സോടെ സഞ്ചരിച്ചിരുന്നൊരു സിനിമയാണ് നാടകമായാലും ആലോചിക്കണം. എന്നാൽ ഈയിടെയായിട്ട് ഇതിന് വർഗീയ വിഷം കുത്തിക്കൊണ്ട് അതൊരു നല്ല കച്ചവടമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അഗ്ലി, അത്ര വൃത്തികെട്ട രീതിയിൽ ചില കളികൾ കളിക്കുന്ന സിനിമക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു വിഭാഗമാണ് ഇപ്പോൾ, അതിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ ആൾക്കാരാണ് ഇപ്പോൾ ടർക്കിഷ് തർക്കം എന്നുള്ള സിനിമയുടെ നിർമ്മാതാക്കളും മറ്റു പലരും എന്നാലോചിക്കണം. കാരണം ടർക്കിഷ് എന്ന് പറഞ്ഞപ്പോൾ ഈ ടർക്കി കോഴി ഉണ്ടല്ലോ, ആ കോഴിയെ സംബന്ധിച്ച് തർക്കമാണെന്നാണ് പലരും വിചാരിച്ചത്. ഈ സിനിമ വന്നതും പോയതും ആർക്കും അറിയില്ല. അതായത് തല്ലിപ്പൊളി സിനിമയായിരുന്നു എന്നാണ് കണ്ടവർ പറഞ്ഞത്. നമ്മൾ കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാണാമെന്ന് വിചാരിച്ചപ്പോഴും തിയേറ്ററിൽ പോയി. അത് ഇപ്പോൾ പുതിയൊരു രീതി വന്നിരിക്കുന്നു. ഈ ടർക്കിഷ് സിനിമ തിയേറ്ററിൽ നിന്ന് അവർ പിൻവലിച്ചു അത്രേ. അതായത് കാരണം ഹൗസ്ഫുള്ളായി ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് ടർക്കിഷ്. അത് മതനിന്ദ ആരോപിച്ചിട്ട് ഇതിൽ വർഗീയ വിഷമുണ്ട് എന്ന് ആരോപണം വന്നപ്പോൾ, ഭീഷണി വന്നപ്പോൾ ഞങ്ങൾ അത് പിൻവലിച്ചു. അതായത് ഇവിടെ ഒരു രക്തച്ചൊരിച്ചിൽ വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് പിൻവലിച്ചു എന്നാണ് ഈ സിനിമയുമായി ബന്ധപ്പെട്ട ചിലർ അവകാശപ്പെടുമെന്ന് ആലോചിക്കണം. ഇവിടെ ചിരിച്ചോ, നിങ്ങൾ പൊട്ടിച്ചിരിച്ചോ? അവർ പത്രസമ്മേളനം നടത്തിയെന്ന് ആലോചിക്കണം. എന്നാൽ അങ്ങനെ ഒരു സംഭവം ഞങ്ങളേ അറിഞ്ഞിട്ടില്ല. ഞങ്ങളെ എന്ന് പറയാൻ കാരണം സിനിമയിൽ അത്യാവശ്യം ചില കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ അറിയാനും അറിയിക്കാനുള്ള സംവിധാനം ഞങ്ങൾക്കുണ്ടെന്നല്ല. ഞങ്ങൾ പോലും ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു സിനിമയ്ക്ക് ഭീഷണി ഉണ്ടാവുമെന്നോ ഇത് മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതാണെന്നോ അങ്ങനെ ഒരു വാർത്തയേ വന്നിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഇവർ കളിക്കുന്ന വൃത്തികെട്ട കളി മുൻപൊരു സൂപ്പർ സ്റ്റാർ കളിച്ചിട്ടെന്ന് ആലോചിക്കണം. ആ സിനിമ ഇതൊരു പ്രൊമോഷന് വേണ്ടി ആ സിനിമ തിയേറ്ററിൽ ഏക്കുമോ പരാജയപ്പെടുമോ എന്ന് ശങ്കയുള്ളതുകൊണ്ട് തന്നെ അവർ എല്ലാവിധ പ്ലാനും കൊണ്ട് ഈ സിനിമയെ എതിർക്കാൻ BJP-ക്കാരും RS-കാരും വരുമെന്നുള്ളൊരു ധാരണ പരത്തി എന്നാലോചിക്കണം. അന്ന് ഞങ്ങളിത് കണ്ടു. അന്ന് BJP-യുടെ നേതാക്കന്മാരെ കണ്ടു. അവരോട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ എന്തിന് ഈ സിനിമയ്ക്കെതിരാവണം? ഈ സിനിമയിൽ അങ്ങനെ ഒന്നുമില്ല. ഞങ്ങൾ ഈ സിനിമ കണ്ടവരാണ്. ഈ സിനിമ അങ്ങനെയൊന്നുമില്ല. ഇത് അവരുടെ പരസ്യ തന്ത്രത്തിൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഭാഗമാണെന്ന് ആലോചിക്കണം. മാർക്കറ്റിംഗ് വേണം, സിനിമയെ പ്രൊമോട്ട് ചെയ്യണം, അതൊക്കെ ആവശ്യമാണ്. പക്ഷേ അത് വൃത്തികെട്ട കളി കളിച്ചുകൊണ്ടോ മതങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ ശ്രമിച്ചതുകൊണ്ടോ ആകരുത് എന്ന് ഇവരാലോചിക്കണം. അങ്ങനെ ചെയ്യുന്നവർക്ക് ക്രൂരമായ ശിക്ഷ കൊടുക്കണമെന്നുള്ളതാണ്. കാരണം ഇവിടെ നമ്മളിപ്പോൾ ചില കാര്യങ്ങൾ, ചില വൃത്തികേടുകളൊക്കെ കാണിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇത്രയും രാജ്യദ്രോഹപരമായ കുറ്റമാണ് ഇതിന് ചാർത്തിക്കൊണ്ട് വേണമെന്ന് ആലോചിക്കണം ചെയ്യാൻ. അപ്പം അങ്ങനെ നടന്നപ്പോൾ ഈ വരുന്ന പുതിയവർക്ക് ഇതൊരു ലാഭക്കച്ചവടമായി തോന്നി. കാരണം തിയേറ്ററിൽ ഓടുന്ന സിനിമയാണ് പിന്നെ OTT-യിൽ കച്ചവടമാവുള്ളൂ. അപ്പോൾ അവിടെ വിൽക്കണമെങ്കിൽ ഈ തിയേറ്ററിൽ അത്യാവശ്യം ഓടിയിരിക്കണം. ഓടിയില്ലെങ്കിലോ അവിടെ കച്ചവടം നടക്കില്ല. അവിടെ കച്ചവടം നടന്നില്ലല്ലോ കാശും കിട്ടില്ല. അപ്പോൾ കാശ് കിട്ടാൻ എന്ത് ചെയ്യണം? OTT എടുക്കാൻ എന്ത് ചെയ്യണം? ഇങ്ങനെ ചില വിവാദങ്ങൾ ഉണ്ടാക്കണം. വിവാദം ഉണ്ടാക്കുമ്പോൾ അയ്യോ ഇത്രയും വിവാദം ഉണ്ടാക്കിയ സിനിമയാണല്ലോ, അത് തിയേറ്ററിൽ ഹിറ്റായി ഓടല്ലേ, എന്തായാലും നമ്മുടെ OTT-യിൽ ഹിറ്റായി ഓടുമെന്ന് ഇവരെ ധരിപ്പിച്ചുകൊണ്ട് അത് വിൽപ്പന വേണം. ഇതാണ് തന്ത്രമുണ്ടായിരിക്കുന്നതായിരിക്കണം. അങ്ങനെയുള്ള വൃത്തികെട്ട കളിയല്ലേ ഈ ടർക്കി തർക്കത്തിൽ ഉണ്ടായിട്ടുള്ളത്? എന്താണ് ഇതിൻ്റെ പ്രശ്നം? ഒരു മുസ്ലിം ഒരു സഹോദരൻ മരിച്ചു, അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ, ഇതാണ് സിനിമ. ഇതിൽ വിവാദമാക്കേണ്ടത് എങ്ങനെയാണത്? അതിനേക്കാൾ രസകരമെന്ന് വെച്ചാൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട കുറേ പേരുണ്ടെന്ന് അറിയിക്കണം. ഇവിടെ ഈ നടന്മാരുണ്ട്, മറ്റു ടെക്നീഷ്യന്മാരുണ്ട്. ഇവരൊക്കെ ഇത് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഇങ്ങനെ ഈ സിനിമയിലുണ്ടോ, ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ ചോദിച്ചു. അപ്പം ഇവർ ഭീഷണി വന്നു എന്ന് പറഞ്ഞ കുറേ പേരുണ്ട്. സംവിധാന ഭീഷണി വന്നു, നിർമ്മാതാവിന് ഭീഷണി വന്നു, ചില അഭിനേതാക്കൾക്ക് ഭീഷണി വന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്.
അപ്പോൾ അഭിനേതാക്കളാണല്ലോ ഇതിൽ ചില ആൾക്കാർ. ലുക്മാൻ്റെ ഇവിടെ നല്ല നല്ലതാണത്. സണ്ണി വെയിൻ ഇത് കണ്ടിട്ട് അവർ പറഞ്ഞു, ഞങ്ങളിതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. മറ്റുള്ള ഫേസ്ബുക്കിൽ വായിച്ചിട്ടുള്ളതാണത്. അപ്പോൾ അവർ എഴുതി വെച്ചാൽ അവരന്വേഷിച്ചു എന്ത് പ്രശ്നം ഉണ്ടാകുന്നത്. അതിനവരാരും മറുപടി പറയുന്നില്ല. എന്നിട്ട് സണ്ണി വെയിനും ലുക്മാനും തന്നെ അവർ ഫേസ്ബുക്കിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഈ സിനിമയ്ക്ക് ഇങ്ങനൊരു പ്രശ്നമുള്ളതായി ഞങ്ങൾക്ക് അറിയുന്നില്ല എന്നാലേക്കും, ഒരു ഭീഷണിയും ഉണ്ടായിട്ടില്ല എന്നാലേക്കണം. ഭീഷണി ഉണ്ടായിട്ടെങ്കിൽ ഞങ്ങളതറിയേണ്ടതല്ലേ, ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതല്ലേ? അതുണ്ടായിട്ടില്ല. സിനിമ തിയേറ്ററിൽ ഓടിയില്ല എന്നുള്ളതാണ് സത്യം. ഓടിയില്ല, ഓടാത്ത സിനിമകളെല്ലാം മോശമാണ് എന്നുള്ള ധാരണയില്ല നമുക്ക്. ഓടാത്ത ഞാമട്ടെ അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമ വിശ്വപ്രസിദ്ധ സംവിധായകനാണ് അടൂർ ഗോപാലകൃഷ്ണൻ. അടൂർ ഗോപാലൻ്റെ സിനിമകളിൽ ഒരു ഭൂരിപക്ഷവും 99% ഹിറ്റുകളോ തിയേറ്ററിൽ ഹൗസ്ഫുള്ളായി പോയിട്ട് സിനിമകളൊന്നുമല്ല. അരവിന്ദൻ്റെ സിനിമകളൊക്കെ അങ്ങനെ തന്നെയാണ്, പല ഒമ്പന്മാരുടെ സിനിമകളും അങ്ങനെ തന്നെയാണ്. പക്ഷേ അതൊക്കെ ലോക സിനിമകളോട് കിടപിടിക്കുന്ന തരത്തിലുള്ള ടേക്കിങ്സ് ആയിരുന്നു ആരൊക്കെ. ഇത് അങ്ങനെയുമല്ല, ഇതാർക്കും വേണ്ടാത്തൊരു സാധനം. ആ സാധനത്തെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി അവർ പിൻവലിച്ചു. അതായത് മതനിന്ദ ആരോപിച്ചു, പ്രശ്നമുണ്ടായി, ഭീഷണിയുണ്ടായി, പിൻവലിച്ചിരിക്കുന്നു എന്ന് ആരൊക്കെ ഈ ജനത്തിനെ എല്ലാം വിഡ്ഢികളാക്കിക്കൊണ്ട് അവർ പുതിയ കളി കളിക്കാൻ പോവുക. ആ കളി കളിക്കുമ്പോൾ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതിനി കുറേ കാര്യങ്ങൾ എഡിറ്റ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ അനാവശ്യ ഭാഗങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് വീണ്ടും റിലീസ് ചെയ്യുന്നതാണ് പറഞ്ഞത്. അതെന്താ? അപ്പോൾ ഈ വിവാദം ഉണ്ടാക്കിയപ്പോൾ ഇത് വീണ്ടും റിലീസ് ചെയ്യുമ്പോൾ ജനം ഇത് കാണാൻ ഇടിച്ച് കയറുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ വീണ്ടും വിവാദങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള ദുഷ്ചിന്തകൾ മലയാള സിനിമയിൽ എന്തായാലും പാടില്ല. മറ്റു ഭാഷകളിൽ എന്തായാലും അവരത് സമ്മതിക്കില്ല എന്നാലോചിക്കണം. അപ്പം മലയാള സിനിമയിൽ ഇത്തരം വൃത്തികെട്ട പുതിയ രീതികളുമായി ചിന്താധാരകളുമായി ആര് വന്നാലും അവരെ ഒറ്റപ്പെടുത്തുക മാത്രമല്ല, അതിന് പ്രത്യേകം ബഹുമാനപ്പെട്ട കോടതി തന്നെ, അതായത് പൊതു ഹർജിയായി എടുത്തുകൊണ്ട് തന്നെ കോടതി അത് കൈകാര്യം ചെയ്യണം. കാരണം ഇത് ഈ പ്രവണത നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. ഇന്ന് ഇങ്ങനൊരു മുസ്ലിം കഥാപാത്രത്തെ ചൊല്ലിയുള്ളായ സിനിമയ്ക്ക് എതിരെ വരുന്നു പറയുമ്പോൾ ആര് വരുന്നു? മറുഭാഗത്തുള്ള ആൾക്കാർ വരുന്നു. അപ്പോൾ അവിടെ എന്താ, രണ്ട് സമുദായങ്ങളിൽ രണ്ട് മതങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടാൻ തക്ക പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതാണ് ഏറ്റവും കൂടുതൽ വിറ്റ് അഴിഞ്ഞു പോകാനുള്ള സംവിധാനം ആലോചിക്കണം. ആ വിറ്റ് പോകാനുള്ള സംവിധാനത്തിന് മാക്സിമം മുതലെടുത്തുകൊണ്ട് അതിന് ലാഭങ്ങൾ വേറെ ഉണ്ടാവും. അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. ഒരു കാരണവശാലും ഈ ടർക്കിഷ് സിനിമ പ്രോത്സാഹിപ്പിക്കരുത്. അതിൻ്റെ ആൾക്കാരെയൊക്കെ അന്വേഷണം നടത്തിക്കൊണ്ട് അവർ പറഞ്ഞത് സത്യമല്ലെങ്കിൽ സത്യമല്ലെങ്കിൽ അവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ എടുക്കണം.